തീർച്ചയായിട്ടും ഇതൊരു പുതിയൊരു പോർമുഖം തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂണിയൻ ഓഫ് മിഡിൽ ഈസ്റ്റ് കൺട്രീസും അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരായിട്ട് ഐഡിയോളജിക്കലി എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു യൂണിഫിക്കേഷൻ സോർട്ട് ഓഫ് എ തിങ് വിച്ച് ഈസ് കമ്മിങ്. അപ്പം ആ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ആയുധങ്ങൾ കൊടുത്തും മോറൽ സപ്പോർട്ട് കൊടുത്തും ഇതാണ് പറ്റിയ സമയം എന്നുള്ള രീതിയിൽ അമേരിക്ക അല്പം വീക്കായോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അമേരിക്കയ്ക്ക് തന്നെ ഒരു സംശയമുണ്ട്. അവരുടെ ആയുധത്തിന്റെ മെഷീനറിയുടെ കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ ഇന്റേണൽ പ്രോബ്ലംസും എല്ലാം കൂടെ വന്നപ്പോൾ അല്പം ദുർബലമായ അമേരിക്കയെ ഈ രീതിയിൽ വിട്ടാൽ ശരിയാവൂല എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഈ ഇറാനും അല്ലെങ്കിൽ ഇറാനെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും എന്ന് വേണം നമ്മൾ കാണുവാനായിട്ട്. ഇറാനുള്ള ഒരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും GCC കൺട്രീസിലോട്ടുള്ള അവർ അറ്റാക്ക് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അവർ ബേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും US ബേസിനെ ആയിരിക്കും എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് അവരത് ചെയ്യുന്നതും. അതുകൊണ്ട് കാഷ്വാലിറ്റി റേറ്റ് കൂടുന്നില്ല. പക്ഷേ ഇതിന് എല്ലായ്പ്പോഴും അത് GCC കൺട്രീസിലെ അമേരിക്കൻ ബേസ് മാത്രമാകാനുള്ള ഒരു 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 അവസരം കുറയുകയും ചെയ്യും. കാര്യം ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ടാർഗറ്റ് മാത്രം വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ US സംബന്ധിച്ചിടത്തോളം US ഇറാനിൽ അവര് ടാർഗറ്റ് ഓറിയന്റഡ് അറ്റാക്ക് അല്ല ചെയ്യുന്നത്. അവര് സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റിലും അതുപോലെ തന്നെ ആ രാജ്യത്തെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളിലോട്ടുള്ള ബോംബാർഡ്മെന്റ് ആണ് അവർ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാന് ആ രീതിയിൽ അത്രയും അല്ലെങ്കിൽ പോലും ആ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും തിരിച്ച്. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനടിയൊന്നും നമുക്ക് പെട്ടെന്നൊരു സീസ് ഫയർ ഉണ്ടാകും അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കാൻ പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ് ഇപ്പോൾ. കാരണം ഈ ഒരു സമയം കാര്യം അമേരിക്കയുടെ ബലഹീനത മുതലെടുക്കുക എന്ന ഇൻഡയറക്ട്ലി ഒരു 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 ഓവറോൾ ഒരു തിങ്കിങ് ഇപ്പം നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പം യമനിലെ ഹൂത്തികൾ ഇത് ചെയ്യുന്നതാണെങ്കിൽ പോലും റെഡ് സീ ബ്ലോക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാര്യം ഇതാണ് ആപ്റ്റ് ടൈം ഫോർ ടീച്ചിങ് എ ലെസൺ ടു US ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ ഒരു സമയം ഇതാണ് എന്ന് അവർ മനസ്സിലാക്കി എല്ലാ രീതിയിലും. അതുകൊണ്ടാണ് ഇത് അല്പം നീണ്ടുപോവുകയും ഇത് അല്പം എസ്കലേറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് പറയാനുള്ള കാരണം, അല്ലാതെ വേറൊന്നുമല്ല. സർ, അതേസമയം പ്രതിസന്ധികളുടെ ഈ കറുത്ത മേഘങ്ങൾക്കിടയിലും നയതന്ത്ര ചർച്ചകളുടെയും ചെറിയൊരു വെളിച്ചം ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ? അപ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ തിരിച്ചറിഞ്ഞ് ഇരുപക്ഷവും വിദ്വേഷത്തിന്റെ വാളുകൾ താഴ്ത്തിവെച്ച് ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ലോകമുള്ളത്. ഇനി അതിന് സാധ്യതയുണ്ടോ? എത്രത്തോളം കാത്തിരിക്കണം? തീർച്ചയായിട്ടും, അതായത് ഇത് നയതന്ത്ര ചർച്ചകൾ സാധ്യമാണ്. അത് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. അതേ ഉള്ളൂ എന്നുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ചർച്ച വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് എപ്പം നിർത്തണമെന്നുണ്ടെങ്കിലും ഒരു സൈഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിർത്താവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഐദർ US ഹാസ് ടു ഡിസൈഡ് ഓർ ഇറാൻ ഹാസ് ടു ഡിസൈഡ്. അപ്പം ഇവർ രണ്ടുപേരും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു കോംപ്രമൈസിനോ ഒരു സീസ് ഫയറിനോ അവർ ആസ് ഓഫ് നൗ തയ്യാറല്ല. കാരണം പല രീതിയിൽ പല അബദ്ധങ്ങളും അതായത് പറ്റിയിട്ടുള്ളതാണ് ഇറാന്. അമേരിക്കയുടെ വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് ട്രാപ്പിൽ വീണ ട്രാപ്പിൽ വീണ അവസരങ്ങളാണ് ഒരുപാട് ഇറാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് സീസ് ഫയർ വരണമെന്നുണ്ടെങ്കിൽ മീഡിയേഷൻ തന്നെ ഉണ്ടാകും. മീഡിയേഷൻ, കൺസീലിയേഷൻ അല്ല നെഗോഷിയേഷൻസ്, ഇതുണ്ടാവാതെ ഒരു കാരണവശാലും ഈ ഒരു പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റിൽ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിൽ പോലും ഒരു സീസ് ഫയർ വരണമെന്നുണ്ടെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചകൾ തന്നെ ഉണ്ടായേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. പക്ഷേ ആ മധ്യസ്ഥ ചർച്ചകൾക്ക് ആര് ഇത് ചെയ്യും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അതായത് ഏത് രാജ്യം മധ്യസ്ഥ ചർച്ചകളിലോട്ട് വരും എന്നുള്ളതാണ്, ആര് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ്. കാരണം ഒരു സൈഡിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിലപാടില്ലാത്ത അമേരിക്ക ആയതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങൾ അല്പം മാറി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും ഇത് ലോക ജനസംഖ്യയെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്, അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ആ ഒരു പോയിന്റിൽ മാത്രമാണ് നിലപാടില്ലാത്ത അമേരിക്ക ആണെങ്കിൽ പോലും
ചെറു രാജ്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ചർച്ചയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം. പക്ഷെ ചർച്ച വിജയിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് കുറച്ച് നാളുകൂടി ഇറാൻ ഒരു അപ്രമാദിത്യം അവർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. കാര്യം അല്പം ദുർബലമായി നിൽക്കുന്ന അമേരിക്ക ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയമെന്ന് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ എതിർചേരിക്ക് മനസ്സിലായതുകൊണ്ട് ആ ഒരു സാഹചര്യം മുതലെടുത്ത് അമേരിക്കയ്ക്ക് മാക്സിമം കാഷ്വാലിറ്റി അല്ലെങ്കിൽ മാക്സിമം പ്രഹരശേഷി കൊടുത്ത് അവരെ അല്പം കൂടി ദുർബലമാക്കി അമേരിക്ക ലോകത്ത് അവർ തീരുമാനിക്കുന്ന പോലല്ല കാര്യങ്ങൾ എന്ന് എല്ലാ ലോകരാജ്യങ്ങൾക്കും ഉള്ള ഒരു താല്പര്യം കൂടിയാണ്. അമേരിക്ക ഒരു പോലീസ് രാഷ്ട്രമായിട്ട് ലോകത്തെ ഒന്നാമനായിട്ട് അങ്ങ് പറഞ്ഞു വിടാനുള്ള ആ ഒരു സാഹചര്യം ഒന്ന് കുറയ്ക്കുകയും അതിനിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ടാണ് നമുക്കറിയാൻ വയ്യെങ്കിൽ പോലും അമേരിക്കയുടെ എതിർചേരിയിലുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇൻഡയറക്ട്ലി ഇറാനെ സപ്പോർട്ട് ചെയ്ത ഇറാൻ ആ രീതിയിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അല്പം കഴിഞ്ഞതിന് ശേഷം ഇറാനും കൂടി ബോധ്യപ്പെട്ട് അമേരിക്കയ്ക്ക് മാക്സിമം ക്ഷീണം സംഭവിച്ചതിന് ശേഷം ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോകും. അതാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അല്പം കൂടി എസ്കലേഷൻ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.